അപ്പൊ ദജ്ജാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കുന്ന കരുതുന്നത് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ശൈത്താനാണ്. ഈ 3 ജുമ അടുപ്പിച്ച് മുടങ്ങിക്കഴിഞ്ഞാൽ ചങ്ങായി ചങ്ങല കെട്ട് നക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ 3 ജുമ അടുപ്പിച്ച് മുടങ്ങിക്കഴിഞ്ഞാൽ ചങ്ങല പൊട്ടിച്ചിട്ട് ദജ്ജാൽ വരുന്നതാണ് ഞങ്ങളെല്ലാം പണ്ട് പഠിപ്പിച്ചത്. അപ്പൊ ഇപ്പൊ കൊറോണ മൂലം 3 30 ജുമ മുടങ്ങി, അറമ്പള്ളിയിൽ പോലും ജുമ മുടങ്ങിപ്പോയി. എന്നിട്ടും ഇതുവരെ ദജ്ജാലൊന്നും വന്നിട്ടൊന്നുമില്ല. ഭാഗ്യം എന്ന് പറയാം. ഇദ്ദേഹം ഈ പറയുന്ന ദജ്ജാലിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനെ തന്നെ കെട്ടി വെക്കുമെന്ന് പറഞ്ഞതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? വേറെ പെണ്ണുങ്ങളെ കിട്ടത്തില്ല അയാൾക്ക്. പബ്ലിക് ഔട്ട്ക്രൈ, സമൂഹത്തിന് എന്താ ആവശ്യമുണ്ടെന്നുള്ളതൊന്നും അല്ല ഒരു കൊലക്കേസിനകത്ത് ഒരാളെ ശിക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സമൂഹത്തിന് അത് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതും അല്ല അതിൻ്റെ ഉദ്ദേശം. ആ ഓരോ പർട്ടിക്കുലർ കേസിൻ്റെ ഫാക്ട്സും സർക്കംസ്റ്റാൻസും എടുക്കണം. ഇതിനകത്ത് ഈ 364 വകുപ്പ് അനുസരിച്ച് ശിക്ഷിച്ചു കാണുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് അബ്ഡക്റ്റ് ചെയ്ത കൊല്ലാനായിട്ട് അബ്ഡക്റ്റ് ചെയ്തുകൊണ്ട് പോകും. ആരെ അബ്ഡക്റ്റ് ചെയ്തെന്നുള്ളതും എനിക്കറിയാൻ വയ്യ. ഇതിനകത്ത് തട്ടിക്കൊണ്ടുപോകലെന്നുണ്ടെന്ന് ഞാൻ കാണുന്നില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ അത് പ്രേമമായിരുന്നു, പ്രേമം വഞ്ചിച്ചുള്ള കൊലപാതകം എന്നൊക്കെയാണ്. ഇത് യഥാർത്ഥത്തിൽ അതിൻ്റെ വെർഷനോടൊന്നും നമ്മളൊന്ന് കേൾക്കണ്ട.